പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 26-ാം വാക്യം. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. നമുക്ക് ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ, ഈ തപസ്സുകാലത്തെ ഈ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് യോന പ്രവാചകൻ പുസ്തകത്തിലെ 1-ാം വായന നമ്മൾ കേൾക്കുമ്പോൾ കർത്താവ് അവരുടെ അനുതാപം കണ്ട്, അവരുടെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ കണ്ട് അവരോട് കരുണ കാണിച്ചു. അവരുടെ മേൽ അയക്കാനിരുന്ന തിന്മ അവരുടെ മേൽ അയച്ചില്ല. ദൈവം മനസ്സ് മാറ്റി. നമുക്ക് നമ്മുടെ കഷ്ടപ്പാടിനും ദുരിതത്തിനുമിടയിൽ കർത്താവിൻ്റെ ഈ വിധത്തിലുള്ള കരുണ നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ മേഖലകളും കർത്താവിന് മുമ്പിൽ സമർപ്പിക്കാം. ഈ നാളുകളിൽ നമ്മൾ ഈസ്റ്റർ സമ്മാനം ചോദിച്ചു കൊണ്ടിരിക്കുന്ന കഠിനമായ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ, വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ വന്ന് നിറയാനും ആശ്വാസമുണ്ടാകാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലി ഏറ്റവും യോഗ്യതയോടുകൂടെ നമുക്ക് അർപ്പിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ
കർത്താവേ, അങ്ങേ ജനത്തിൻ്റെ ഭക്തി കരുണയോടെ വീക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തപശ്ചര്യ വഴി ശരീരം നിയന്ത്രിക്കുന്നതിനും നന്മ പ്രവൃത്തികളുടെ ഫലത്താൽ മനസ്സിനെ പരിപോഷിപ്പിക്കുന്നതിനും ഇടയാകുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യോനാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യോനായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോവുക. ഞാൻ നൽകുന്ന സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് യോന എഴുന്നേറ്റ് നിനവയിലേക്ക് പോയി. അത് വളരെ വലിയൊരു നഗരമായിരുന്നു. അത് കടക്കാൻ 3 ദിവസത്തെ യാത്ര വേണ്ടിയിരുന്നു. യോന നഗരത്തിൽ കടന്ന് 1 ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവ നശിപ്പിക്കപ്പെടും. നിനവയിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കുടുത്തു. ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കുടുത്തു ചാരത്തിലിരുന്നു. അവൻ നിനവെ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്: മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോടെ ഉച്ചത്തിൽ വിളിച്ച് പ്രഘോഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സുമാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സുമാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞു, തിന്മ അയച്ചില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കില്ല. ദൈവമേ, ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കില്ല. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്തം എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ തന്നെ ശുദ്ധീകരിക്കണമേ. ദൈവമേ, ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കില്ല. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കില്ല. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് അത് സന്തുഷ്ടനാവുകയില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ദൈവമേ, അങ്ങ് നിരസിക്കില്ല. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവീൻ. എന്തെന്നാൽ ഞാൻ കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവായ യേശുക്രിസ്തുവേ, അനന്തമഹിമയുടെ രാജാവേ, അങ്ങേക്ക് സ്തുതി. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ജനക്കൂട്ടം വർദ്ധിച്ചു വന്നപ്പോൾ യേശു പറഞ്ഞു തുടങ്ങി, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. ഇത് അടയാളം അന്വേഷിക്കുന്നു. എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ല.
യോന നിനവേക്കാർക്ക് അടയാളമായിരുന്നതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു. എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. നിനവേ നിവാസികൾ വിധി ദിനത്തിൽ ഈ തലമുറയോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ പശ്ചാത്തപിച്ചു. എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമുക്ക് ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ പറ്റുമോ? ദൈവം എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിമറിക്കാൻ പറ്റുമോ? ഇന്നത്തെ ഒന്നാം വായനയിൽ ദൈവം അത് മാറ്റിമറിച്ചു. ദൈവം ഒരു കാര്യം തീരുമാനിച്ചിരുന്നു, പക്ഷെ ദൈവം അതിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ വായിച്ചു കേട്ട വായന യോന പ്രവാചന പുസ്തകം 3-ാം അധ്യായം, അതിൽ 4-ാമത്തെ വാക്യത്തിൽ യോന നഗരത്തിൽ കടന്ന് ഒരു ദിവസത്തെ വഴി നടന്നു. അനന്തരം അവൻ വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവെ നശിപ്പിക്കപ്പെടും. നിനവിലെ ജനങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചു. അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. ഈ വാർത്ത നിനവെ രാജാവ് കേട്ടു. അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിൽ ഇരുന്നു. അവൻ നിനവെ മുഴുവൻ ഒരു വിളംബരം പ്രസിദ്ധപ്പെടുത്തി. രാജാവിൻ്റെയും അവൻ്റെ പ്രഭുക്കന്മാരുടെയും കൽപ്പനയാണിത്: മനുഷ്യനോ മൃഗങ്ങളോ കന്നുകാലിയോ ആടോ ഒന്നും ഭക്ഷിക്കരുത്. അവ മേയുകയോ വെള്ളം കുടിക്കുകയോ അരുത്. മനുഷ്യനും മൃഗവും ചാക്കുവസ്ത്രം ധരിച്ച് ദൈവത്തോട് ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം മനസ്സുമാറ്റി തൻ്റെ ക്രോധം പിൻവലിക്കുകയും അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. അപ്പോൾ അത് 9 വരെയുള്ള വാക്യങ്ങളിലാണ്. 3-ാം അധ്യായം 9 വരെ. 10-ാമത്തെ വാക്യം, തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചു. അപ്പോൾ അവരുടെ ഒരു അനുതാപം കണ്ടിട്ടുണ്ട്, അനുതാപ പ്രവൃത്തി അവരുടെ ഉള്ളിൽ ദൈവത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചതിനെ തുടർന്നാണ് അവരെ നശിപ്പിക്കാനെന്ന് ദൈവത്തിൻ്റെ ആ തീരുമാനത്തിൽ ദൈവം പിന്മാറി. ഇത്ര വലിയ ഇത്ര കഠിനമായ വിഷയങ്ങളല്ലെങ്കിലും നമുക്ക് ഒത്തിരിയേറെ സംഭവങ്ങൾ ഇതുപോലെ മനുഷ്യരുടെ ചില ഇടപഴകലുകൾ മൂലം ദൈവത്തിൻ്റെ കരുണ വളരെ പ്രത്യേകമാം രീതിയിൽ അവരുടെ ജീവിതത്തിൽ വന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ശതാധിപൻ്റെ ഭൃത്യൻ്റെ സൗഖ്യം, വീട്ടിൽ ഭൃത്യൻ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പോൾ ശതാധിപൻ വന്നിട്ട് ഈശോയോട് സഹായം ആവശ്യപ്പെടും. എൻ്റെ ഭൃത്യൻ സുഖമില്ലാതെ കിടക്കുകയാണ്, അങ്ങ് വന്ന് സുഖപ്പെടുത്തണമേ. അത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഈശോ പറയും, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അപ്പോൾ 8-ാമത്തെ വാക്യത്തിൽ മത്തായി 8:8 ശതാധിപൻ പറയും, അങ്ങ് എൻ്റെ ഭൃത്യ അങ്ങൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല, പക്ഷെ അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. ഇത് വളരെ വളരെ സുന്ദരമാണ് ഈ വർത്തമാനം. ഈ വർത്തമാനം കേട്ട ഉടനെ ഈശോയ്ക്ക് വലിയ സന്തോഷമുണ്ടായി. ഈശോ അപ്പം തന്നെ ആ ഭൃത്യന് സൗഖ്യം കൊടുത്തു. ഈശോ വീട്ടിൽ പോയില്ല, വീട്ടിൽ വരാമെന്നാണ് പറഞ്ഞത്. വീട്ടിൽ പോകാതെ തന്നെ ഈശോ സൗഖ്യം കൊടുത്തു. ഇന്ന് നോക്കിക്കേ, ആ ശതാധിപൻ്റെ ആറ്റിറ്റ്യൂഡ്, വർത്തമാനം, അല്ലെങ്കിൽ ആ പ്രയർ, എളിമ, പ്രാർത്ഥനയിലെ വിനീതാവസ്ഥ, ഇതെല്ലാം അദ്ദേഹത്തിന് ഗുണകരമായി. 8-ാം അധ്യായം മത്തായി 8:13 പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക്
ഭവിക്കട്ടെ. അപ്പോൾ ഇത് പോകേണ്ടി വന്നില്ല, ഈശോ പോയില്ല. ഞാൻ വന്ന് സുഖപ്പെടുത്താമെന്ന് പറഞ്ഞത് ഈശോ നിന്നിടത്ത് വെച്ച് തന്നെ സൗഖ്യം കൊടുത്തു. ആ ഭൃത്യൻ ഈശോ പറഞ്ഞ നിമിഷം വീട്ടിൽ അവിടെ സൗഖ്യം ഉണ്ടായി. ഇനി നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 15-ാം അധ്യായത്തിൽ കാനാൻകാരിയുടെ വിശ്വാസം നമുക്കറിയാം. യഥാർത്ഥത്തിൽ കാനാൻകാരി വളരെയധികം തഴയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈശോയോട് വന്ന് കാര്യം പറയും, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. ഈശോ ഒന്നും മിണ്ടിയില്ല. അതൊരു അവോയ്ഡൻസ് ആണ്. രണ്ടാമത് ഈശോയുടെ ശിഷ്യന്മാർ അവളോട് പോകാൻ പറ, അവളോട് പൊയ്ക്കൊള്ളാൻ പറ, അവൾ നമ്മുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു. ഒരു റെക്കമെൻഡേഷൻ പോലും ഇല്ല. പിന്നെ ഈശോ പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ്. അങ്ങനെ അത് ഒരു ഒഴിവാക്കുന്ന വർത്തമാനം പോലെയാണ്. പക്ഷെ വീണ്ടും അവള് കർത്താവേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഈശോ പറയാണ്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല. അപ്പോൾ അവൾ പറയാണ്, മേശപ്പുറത്തുനിന്ന് വീഴുന്നത് നായ്ക്കളും ഭക്ഷിക്കാറുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഈശോയ്ക്ക് അവളുടെ വിശ്വാസം മനസ്സിലായി. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ സംഭവിക്കട്ടെ. അപ്പോൾ ഈശോ യഥാർത്ഥത്തിൽ സൗഖ്യം കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നോ? പക്ഷെ അവളുടെ ഇടപെടലുകൾ മൂലം ഈശോ സൗഖ്യം കൊടുത്തത് കണ്ടോ? അപ്പൊ ഈശോ മനസ്സ് മാറ്റിയത് കണ്ടോ? ഈശോയുടെ തീരുമാനത്തിനൊരു മാറ്റം വന്നത് കണ്ടോ? ഇനി നമ്മൾ കാണുന്ന മർക്കോസിന്റെ സുവിശേഷത്തിലുള്ള അന്ധയാചകൻ ബർത്തമിയോസ്, അയാൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഈശോ ആ വഴി പോകുന്നെന്നറിഞ്ഞു. ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു. പലരും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു, ദാവീദിന്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു. അപ്പോഴാണ് ഈശോ അത് കേട്ടു. ഈശോ അത് കേട്ടിട്ട് ചിലരോട് അവൻ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ ഓടിച്ചാടി ഈശോയുടെ അടുക്കൽ വരും. അപ്പോഴാണ്, മകനെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഈശോ ആ യാത്ര ആരംഭിച്ചപ്പോൾ ഒരു ബർത്തമയോസിനെ കാണും, ബർത്തമയോസിനെ ഞാൻ സുഖപ്പെടുത്തുമെന്ന് ഈശോ വിചാരിച്ചിരുന്നോ? ബർത്തമയോസിന്റെ നടപടി മൂലമാണ്, ആ ഉച്ചത്തിലുള്ള വിളി മൂലമാണ് ബർത്തമയോസിന് സൗഖ്യം കിട്ടിയത്. ഇനി പഴയ നിയമത്തിൽ കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥിക്കുന്നവർക്ക് ഉപകാരപ്രദമായ ഒരു വചനഭാഗമാണ് 1 സാമുവേൽ 1 മുതൽ 20 വരെ. അത് കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഒരു അഭിഷേകം ചിലപ്പോൾ കുടുംബത്തിൽ നിറയാൻ സാധ്യതയുണ്ട്. ഈസ്റ്ററിന് ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കാലയളവിൽ ഒരു കുഞ്ഞിന് ഗിഫ്റ്റായിട്ട് ചോദിക്കുന്നവർക്ക് ഈ വചനഭാഗം ബെഡ്റൂമിലിരുന്ന് വായിച്ചാൽ ഒരുപക്ഷെ ആ അഭിഷേകം നിറയും. ഇതില് 1 സാമുവേൽ 1-10 വാക്യത്തിൽ അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇത് വായിക്കുമ്പോൾ നമുക്ക് ആ വികാരം പിടികിട്ടുന്നുണ്ടോ? ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ വികാരം പിടികിട്ടുന്നുണ്ടോ? അത് വെറുതെ വായിച്ചു പോകുന്ന ചില വാക്കുകൾ മാത്രമാണോ? ഒരു സ്ത്രീ, കൊച്ചില്ലാതെ വിഷമിക്കുന്ന ഒരു സ്ത്രീ ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവ് അവളുടെ പ്രാർത്ഥന കേട്ടു. അതാണ് 20-ാമത്തെ വാക്യത്തിൽ, അവൾ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ചതാണ്, ഞാൻ കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവൽ എന്ന് പേരിട്ടു. അപ്പൊ ചോദിച്ചു വാങ്ങിക്കുന്ന രീതി, നിലവിളിച്ച് പ്രാർത്ഥിക്കുക, ചോദിച്ചു വാങ്ങിക്കുക, അനുതപിക്കുക. ഒന്ന് കുമ്പസാരിച്ച് തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. അപ്പോൾ അന്ന അങ്ങനെ പ്രാർത്ഥിച്ചു. ഇനി ധൂർത്തപുത്രൻ തിരിച്ചു വരാൻ ഉള്ളിലൊരു തീരുമാനം എടുത്തതാണ്. മകനെ, നീ വാ മകനെ എന്ന് അപ്പൻ ടെലഗ്രാം ഒന്നും അയച്ചില്ല. അവൻ്റെ ഉള്ളിൽ അങ്ങനെ തോന്നിയതാ. അവൻ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ഞാൻ ചെല്ലും, എത്രയോ ദാസന്മാർ അവിടെ സുഭിക്ഷമായി കഴിയുന്നു, ഞാൻ എൻ്റെ മകൻ എന്ന അഭിമാനബോധം അതവനെ മാറ്റിമറിച്ചു. അപ്പോൾ അവൻ തിരിച്ചു വന്ന് പിതാവിനോട് എല്ലാം ഏറ്റുപറഞ്ഞു. അപ്പോൾ പിതാവിൻ്റെ അടുക്കൽ വരുമ്പോൾ തന്നെ, അത് 15-ാമത്തെ അധ്യായം 20-ാം വാക്യം, ലൂക്ക 15:20, ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു, അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇത് എൻ്റെ മകൻ വരും, ഞാൻ ഓടിച്ചെല്ലും, ഞാൻ കെട്ടിപ്പിടിക്കും, ചുംബിക്കും, ഇങ്ങനെ പ്ലാൻ ചെയ്ത് തിരക്കഥ എഴുതി ഉണ്ടാക്കിയ കാര്യമല്ല ഇത്. ആ സമയത്ത് പിതാവിൻ്റെ മനസ്സലിഞ്ഞു. പ്രാർത്ഥിച്ച് ഒരു നടപടി വഴി പിതാവായ ദൈവത്തിൻ്റെ മനസ്സലിവ് സ്വീകരിക്കാൻ പറ്റുമോ?
പിതാവായ ദൈവത്തിൻ്റെ മനസ്സലിവ്. ഇനി സക്കേവൂസിന്റെ കഥ എടുത്താലും നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. 19-ാം അധ്യായമാണ്, ലൂക്ക 19, 4-ാമത്തെ വാക്യത്തിൽ യേശുവിനെ കാണാൻ അവൻ മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. ഇതൊരു ആത്മീയ പ്രവൃത്തിയാണ്. ഈശോ മരത്തിന്റെ താഴെ വന്നപ്പോൾ മുകളിലേക്ക് നോക്കിയപ്പോഴാണ് കണ്ടത്. ആ മരത്തിൽ കയറി ഇരുന്നില്ലെങ്കിലോ? അതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ആവശ്യമാണ്. നിനവെ നിവാസികൾ നടപടി ചെയ്തു. നമ്മളെ ഇന്നത്തെ അടയാളങ്ങൾ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല. നിങ്ങൾ അങ്ങനെ ചുളുവിലെ കാര്യം നേടണ്ട. നിങ്ങൾ അങ്ങനെ വന്നു നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ അതാണ് അടയാളം നൽകപ്പെടുകയില്ല. യോനായുടെ അടയാളമല്ലാതെ പശ്ചാത്തപിക്കുവിൻ എന്നാണ് സുവിശേഷം പറയുക. നമ്മുടെ ജീവിതത്തിൽ ഒരു നടപടി വേണം. ഒന്നുകിൽ ഒരു കുമ്പസാരം, അല്ലെങ്കിൽ ഒരു നിലവിളി, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം. അവരവരുടെ ജീവിതത്തിന് ആവശ്യമായൊരു നടപടി നമ്മൾ ഈ നാടുകളിൽ നമ്മൾ സ്വീകരിച്ചാൽ ദൈവം നമ്മളോട് കരുണ കാണിക്കും. നമ്മൾ ചോദിക്കാത്തത് കൂടി തരും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ദൈവം തരും. ദൈവത്തിന് മനസ്സലിവുണ്ടാകും. ദൈവം എന്തെങ്കിലും ഒരു ദുരിതം, നമുക്കൊരു കഷ്ടപ്പാട് വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം മനസ്സ് മാറ്റി ദൈവം അത് പിൻവലിക്കും. അതാണ് ദൈവത്തിൻ്റെ കരുണ. വേനൽക്കാലത്ത് വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ ദൈവത്തിൻ്റെ കരുണ ഈ തപസ് കാലത്ത് നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് കല്ലറ പിളർന്ന് പുറത്തു വരുന്ന ഉദ്ധിതനായ ഈശോയല്ലേ, അങ്ങേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായൊരു കാര്യം ചെയ്യാൻ സാധിക്കും. ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ഈസ്റ്റർ ഗിഫ്റ്റ് തരണമേ. ഈസ്റ്റർ ഗിഫ്റ്റ്. ഒടേ തമ്പുരാനോട് ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിക്കുമ്പോൾ ഒന്നും അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് ചോദിക്കാൻ അതെന്തൊരു രീതിയാണ്? അതല്ലല്ലോ രീതി. എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് ചോദിക്കുന്നതല്ലേ ഒരു മര്യാദ. നമുക്ക് ദൈവത്തിന് കൊടുക്കാം. നമ്മുടെ സ്നേഹം, നമ്മുടെ വിശ്വാസം, നമ്മുടെ ഭക്തി, നമ്മുടെ അനുതാപം, നമ്മുടെ കൂദാശകൾ, നമ്മുടെ കുർബാന സ്വീകരണം, നമ്മുടെ സ്നേഹം, നമ്മുടെ അനുരഞ്ജനം എല്ലാം നമുക്ക് കൊടുക്കാം. ദൈവം നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമ്മ കൂടെ നിൽക്കട്ടെ. നമ്മുടെ കൂടെ നിന്ന പരിശുദ്ധമ്മ ഈ നാടുകളിൽ മധ്യസ്ഥ്യം വഹിക്കട്ടെ. ആമേൻ. സഹോദരന്, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ നാമത്തിനെ പ്രതിഷ്ഠിക്കാൻ അങ്ങ് നൽകിയവ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങനെ ഇവ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കൂദാശയായി മാറ്റുന്നത് പോലെ ഞങ്ങൾക്ക് നിത്യൌഷധമായി തീരാനും ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയ
ഞങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ശാരീരിക ഉപവാസത്താൽ അങ്ങ് ദുർഗുണങ്ങൾ അമർത്തുകയും മനസ്സുയർത്തുകയും പുണ്യഫലങ്ങൾ വർഷിക്കുകയും ചെയ്യുന്നുവല്ലോ. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക്
കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായ രാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് കേറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാലിലുമായിടേണം. അന്നു വേണ്ടുന്ന ആഹാരമിന്ന്
ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാളെ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാളെ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാളെ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേ കൂദാശകളാൽ ഞങ്ങളെ പരിപാലിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കാത്ത ദൈവമേ, ഇവയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ പോഷണം നിത്യജീവൻ പ്രദാനം ചെയ്യാനിടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ്
നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലിയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.